പുതിയ ഫോണുകൾ വാങ്ങിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. ഇസ്രായേലി ചാരപ്രവൃത്തി നടത്താൻ വേണ്ടി പലപ്പോഴും പല ഫോണുകളിലായിട്ട് പുതിയ ഫോണുകളിലായിട്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കാണാറുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യാനോ അല്ലാതെ അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഒരു രീതിക്കും സാധിക്കാത്ത ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള നമുക്ക് ഒരു പർപ്പസും ഇല്ലാത്ത ഒരു ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷൻ നമ്മൾ പലപ്പോഴും ഫോണുകളിൽ കാണുന്നുണ്ട്. സാധാരണയായി കാണുന്നത് സാംസങ്ങിൻ്റെ എം സീരീസിലും എ സീരീസിലുമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു ചാനൽ ഇതൊരു വിഷയം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ട്. ഞാൻ 2011 ഈ സെല്ലുലാർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫൈഡ് ആയതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേ കാലങ്ങളായിട്ട് ഈ ഫോണിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ചാനലിലൂടെ നമുക്ക് സംസാരിക്കാൻ കഴിയും. ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അതിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അഥവാ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം സിസ്റ്റം ലെവൽ പ്രിവിലേജാണ് ഈ ഒരു കമ്പനി അതിന് കൊടുത്തിട്ടുള്ളത്. അഥവാ നമ്മൾ കുറേ കാലം മുമ്പ് കേട്ടിട്ടുണ്ടാകും മാർവൽസുകൾ, അഥവാ നമ്മുടെ ഒരു സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രൈവസി ആയിട്ട് സൂക്ഷിച്ചു വെച്ച എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി ഏതോ ഒരു സർവറിൽ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ട് രൂപത്തിൽ അത് കൺവേർട്ട് ചെയ്ത് പിന്നെ നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ ഇത് എൻ്റെ എപ്പോഴോ കണ്ട് മറന്നതാണല്ലോ എന്നൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സാംസങ്ങിൻ്റെ എ സീരീസിലും എം സീരീസിലും ആപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇത് രണ്ട് രീതിക്കാണ് പറയപ്പെടുന്നത്. സ്പൈ ആപ്പാണെന്നും നമ്മുടെ ഫോൺ ഏതെങ്കിലും കാലത്ത് മാറുമ്പോൾ അതിൽ നിന്ന് എല്ലാ ചിത്രങ്ങളും വ്യക്തമായിട്ട് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിൽ ഫീഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്ന രണ്ട് വശങ്ങളുണ്ട്. നെഗറ്റീവ് വശമായിട്ടാണ് കൂടുതൽ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. അഥവാ സാംസങ്ങിൻ്റെ എം സീരീസും എ സീരീസും ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇത് ഇസ്രായേലുമായിട്ട് ഫണ്ട് ചെയ്തിട്ടുള്ളതോ ഇസ്രായേൽ കമ്പനിയുടെ സപ്ലിമെൻ്ററി പ്രൊഡക്റ്റോ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിലുണ്ടാവും. അതിലാണ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ. അതിൽ അടിക്കുന്ന ഓരോന്നും അഥവാ പാസ്വേഡ് ഉൾപ്പെടെ നമ്മുടെ ഇമെയിലുകൾ ചെക്ക് ചെയ്യാനും അഥവാ സിസ്റ്റം ലെവൽ പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അത് മുഴുവനായിട്ട് അരിച്ച് പെറുക്കി അതിലാവശ്യമായതെടുത്ത് മറ്റുള്ളത് റിജക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി അവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ കണക്കാക്കി വെച്ചിട്ടുള്ള സർവറിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനും യഥാവധി ഉപയോഗിക്കാനും നമ്മളെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് പങ്കുവെക്കുന്നത് എവിടേക്കാണ് കാര്യങ്ങൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രൈവസി നഷ്ടപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. ഈ സംഭവം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ പരിചയപ്പെട്ടതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തുറന്ന് നോക്കി വ്യക്തമായിട്ടൊന്ന് അരിച്ചു പെറുക്കി നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുക. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നമുക്കറിയാൻ പറ്റും. അതല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അഥവാ നമ്മൾ വാങ്ങിച്ച ഫോണിലുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് നമുക്കില്ലെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്കില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കുക, റിമൂവ് ചെയ്യുക. അങ്ങനെയുള്ള കൈകാര്യം ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അതിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് വളരെ ഒരു ആരോഗ്യകരമായിട്ടുള്ള സമീപനമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചോർന്നു പോയാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2 റുപ്യ 3 റുപ്യ 10 റുപ്യ 12 റുപ്യ അതങ്ങനെ പോകും. പിന്നെ വലിയൊരു രൂപ പോകും. കാരണം ഈ 1 റുപ്യയും 2 റുപ്യയെല്ലാം ലക്ഷക്കണക്കിന് ആളുകളുടെ ഫോണിൽ നിന്ന് ഒരു വൺ ടൈം അറ്റ് എ ടൈം എടുക്കുമ്പോൾ അവിടെ എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു രൂപ ആ ലക്ഷക്കണക്കിന് രൂപയായി മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾക്കെങ്ങനെ ഇത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ഇത് ഡെബിറ്റായി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയും 1 രൂപയല്ല അതിന് കുഴപ്പമൊന്നുമില്ല ഒരു പൈസ പോയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ അതിലൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാംസങ് സീരീസിലും എം സീരീസും അതുപോലെ തന്നെ എ സീരീസിലുമാണ് ഇപ്പോൾ ഈ പ്രശ്നമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതിൽ അത്ര കണ്ട് നമ്മളുടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്മൾക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. അത് ഡിസേബിൾ ചെയ്യാൻ ഇപ്പം അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അതിലേക്ക് വരുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ടാകും. ഉദാഹരണത്തിന് ഇതൊരു മെസ്സേജിങ് ആപ്പാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഏതായിരുന്നാലും ഇതിലൊറ്റ അടിയിൽ ഒരു അൺഇൻസ്റ്റാൾ ബട്ടൺ കാണിക്കും. നിങ്ങളുടെ ഫോണിൽ ഓരോ സെറ്റപ്പ് അനുസരിച്ചാണ് അൺഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ടാവും, ഡിസേബിൾ ബട്ടൺ ഉണ്ടാവും, റിമൂവ് ബട്ടൺ ഉണ്ടാവും. ഏറ്റവും നന്നാകുക അൺഇൻസ്റ്റാൾ ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്യുക, അതങ്ങോട്ട് ഒഴിവാക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫോൺ നമ്മുടേതായി മാറും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും ഒക്കെയും മറ്റുള്ളവർക്ക് വേണ്ടിയാകും എന്ന് ചുരുക്കം. അഥവാ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ
കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ദൂര ദിക്കുകളിൽ നിന്ന് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. താല്പര്യമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യാം. ടെക്ക് റിലേറ്റഡ് എന്ന് പറയുമ്പം മൊത്തത്തിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ടെക്ക് റിലേറ്റഡ് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്കിയായിട്ട് കുറേ താല്പര്യമുള്ള ഒരു മേഖലയാണ്. ഒരു ചാനൽ വേറെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഫേസ് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് നമുക്കിടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചോർത്തിക്കൊണ്ടുപോകാൻ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ നമ്മുടെ ഫോണിൽ തന്നെ, നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണിൽ തന്നെ ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നെങ്കിലും കേവലം മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ പറയാം, സാംസങ് ഫോണിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ഫോണൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് പരിപാടികളാണ് നമ്മുടെ കയ്യിലുള്ള ഫോണിൽ. ആവശ്യമില്ലാത്തതൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കി കളയുക. കാരണം നമുക്ക് ആവശ്യമില്ല. പിന്നെ കുട്ടികൾ കയറ്റിയിട്ടുള്ള ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, എൻ്റെ ഇതില്ല. എന്നാലും കുട്ടികൾ കയറ്റിയ ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ തൽക്കാലം ഒന്ന് ഒഴിവാക്കി കളയുക. കാരണം അതിലൊക്കെ പിന്നാമ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോൺ, ഒരു ഡിവൈസിൽ അത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ കഥ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം തിരിച്ചൊരു പക്ഷേ കിട്ടുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രമായിരിക്കും, കിട്ടാൻ സാധ്യതയില്ല. നഷ്ടപ്പെട്ടു പോയെന്ന ഓരോ വിലപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ വിലപ്പെട്ട കാര്യം തന്നെയാണ്, നമ്മുടെ പ്രൈവസിയാണ്. അതുകൊണ്ട് വേണ്ടാത്ത ആപ്ലിക്കേഷൻ ആമസോണുണ്ട്, ഉപയോഗിക്കുന്നില്ല, അത് ഡിലീറ്റ് ചെയ്താളെ. അതുപോലെ തന്നെ A to Z സ്ക്രീൻ റെക്കോർഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം കാണും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇല്ലാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഒഴിവാക്കിക്കളെ. ഇനി ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് കളയുക. അതും അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇതേതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിലുണ്ടാവും. ആ ഓപ്ഷൻ നമ്മൾ ക്ലിയറായി ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വൺ ടൈം യൂസേഴ്സിന് അത് കൊടുക്കാവുള്ളൂ. നമ്മൾ അലോ ചോദിക്കും. എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് എടുക്കട്ടെ എന്നുള്ളതാണ്. ഫോട്ടോ നോക്കട്ടെ, നമ്മുടെ ഇമെയിൽ ID ചെക്ക് ചെയ്യട്ടെ, എല്ലാ പർപ്പസും ചോദിച്ചിട്ടാണ് നമ്മൾ പെർമിറ്റ് കൊടുക്കുന്നത്. അഥവാ പെർമിറ്റ് കൊടുക്കുമ്പം വെറുതെ ക്ലിക്ക് ചെയ്ത് കയറിപ്പോകരുത്. കയറിപ്പോയാൽ പിന്നെ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി. ആ ഉത്തരവാദിത്വം നമ്മളെ ഏറ്റെടുക്കേണ്ടി വരും. ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കും, ഡിന കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡിന കൊടുത്ത് ഒഴിവാക്കി കളയാം. അങ്ങനെ ആകും പിന്നെ അത്ര കണ്ടിട്ട് ആ ഒരു ആപ്പിൻ്റെ ശല്യം ഉണ്ടാകൂല എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം വീഡിയോകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ടെക് വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ടെക്കായിട്ടുണ്ടാവും. കാരണം ടെക്നോളജി ഉപയോഗിക്കാതെ ഇനി മാറി നിൽക്കാൻ യാതൊരു വിധത്തിലും സാധിക്കുന്നതല്ല. അപ്പോൾ അതിൽ ചതിക്കുഴികൾ കണ്ടമാനുണ്ടാവും. ഒരു ഉപകാരത്തിന് ഒരുപാട് ഉപദ്രവങ്ങളും ഉണ്ടാകുന്നൊരു ലോകമാണിത്, അതറിയാലോ. അതുകൊണ്ട് ആ ഉപദ്രവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഉപകാരങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇടയ്ക്കിടെ നമുക്ക് ടെക്കിനെ കുറിച്ചും സംസാരിക്കാം. ഏതായിരുന്നാലും നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളതിലുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഡിലീറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. മറ്റൊരു വിശേഷമായി കാണാം. എല്ലാവർക്കും നന്ദി.